സാർ ഒരു കാര്യം മനസ്സിലായില്ലേ? എന്താണ്? മുൻവശത്തെ വാതിലിലൂടെ പ്രവേശനമില്ല, പിൻവശത്തെ വാതിലിലൂടെയാണ് നമ്മളെ കാണാൻ കൊണ്ടുവന്നത്. അപ്പോൾ നമുക്ക് പോയി നോക്കാം അല്ലേ? ഇതിനകത്തൊരു പ്രശ്നം ഇനി അവർ ഷൂട്ട് ചെയ്യാൻ സമ്മതിക്കുമെന്ന് അറിയില്ല. അതാണ് എല്ലായിടത്തെയും പ്രശ്നം ഇത് തന്നെയാണ്. പോയി നോക്കാം അല്ലേ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും ഭയങ്കര സെൻസിറ്റീവ് ആയിട്ട് അതാണ്. ഹായ് എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മളങ്ങനെ കഴിഞ്ഞ ദിവസം നിലമ്പൂരിലെ കാഴ്ചകളും അവിടുത്തെ വിശേഷങ്ങളൊക്കെ പങ്കുവച്ചതിന് ശേഷം നമ്മൾ ഇന്നെത്തിയിരിക്കുന്നത് നിലമ്പൂരിനടുത്തുള്ള ആട്ടിൻപാറ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. മലപ്പുറം ജില്ലയിൽ തന്നെയാണ് ഈ ആട്ടിൻപാറ. ആ ഒരു സ്ഥലത്താണ് നമ്മൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇവിടെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് ഈ നിലമ്പൂരിനടുത്തുള്ള ആട്ടിൻപാറ എന്ന് പറയുന്നത്. നിലമ്പൂരിൽ നിന്ന് ഏകദേശം എത്ര കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന്? 14 കിലോമീറ്ററോളം ദൂരമുണ്ട് ഈ ആട്ടിൻപാറ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്. ഇവിടെ പ്രധാനമായിട്ടും കാണാനുള്ളത് എന്തൊക്കെയാണ്? ഇവിടെ പ്രധാനമായിട്ടും കാണാനുള്ളത് ഒരു വെള്ളച്ചാട്ടമാണ്. അത് വളരെ പ്രസിദ്ധമായ ഒരു വെള്ളച്ചാട്ടമാണ്. അപ്പം എന്നാൽ കുറച്ച് അപകടകരമായിട്ടുള്ള ഒരു വെള്ളച്ചാട്ടമാണ്. നമ്മളിപ്പോൾ ഇവിടെ വന്ന് കയറിയപ്പോൾ നമ്മളൊരു ബോർഡിൽ കാണുകയൊക്കെ ചെയ്തു. ഫാറ്റാലിറ്റി റേറ്റ്സ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വരുന്ന ആൾക്കാർ അക്കാര്യത്തിൽ ഒരു ശ്രദ്ധ വേണം. ഏതാണ്ട് ഇവിടുത്തെ ഒരു ബോർഡിലെ കണക്ക് പ്രകാരം 22ഓളം ആൾക്കാർ ഇവിടെ മരിച്ചു എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. പിന്നെ ഇത് കൂടാതെ ഈ ആട്ടിൻപാറ വെള്ളച്ചാട്ടം കൂടാതെ ഇവിടെ അടുത്തൊരു പവർ ഹൗസ് ഉണ്ട്. അപ്പോൾ ആ പവർ ഹൗസും ഈ ആട്ടിൻപാറ വെള്ളച്ചാട്ടമാണ് ഇവിടുത്തെ പ്രധാനമായിട്ടുള്ള ഒരു മേജർ അട്രാക്ഷൻ. ഓക്കെ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഈ ഒരു ഭാഗത്തെ പ്രധാനപ്പെട്ട കാഴ്ചകൾ. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് നിലമ്പൂരിലുള്ള ആട്ടിൻപാറ എന്ന് പറഞ്ഞ സ്ഥലത്തെ കാഴ്ചകൾ കണ്ടുകൊണ്ട് ഇന്നത്തെ വീഡിയോ ആരംഭിക്കാം. അനിൽ സാറിനൊപ്പം ഞാൻ ബിബിൻ തോമസ്. വെൽക്കം ടു വീവർ സ്റ്റോറീസ്. ടിക്കറ്റൊക്കെ എടുത്തതിന് ശേഷം ഒരു ബിൽഡിങ്ങിൻ്റെ അകത്തൂടെയാണ് എൻട്രി കേട്ടോ. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് എൻട്രി എന്ന് പറഞ്ഞ്. അതിലൂടെ ക്രോസ് ചെയ്ത് ആ ബിൽഡിങ്ങിനകത്തൂടെ നടന്ന് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴാണ് ആ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ഒരു വഴി നമുക്ക് കാണാനായിട്ട് സാധിക്കുള്ളൂ. ആദ്യമായിട്ടാണ് ഇങ്ങനൊരു വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്ന ഒരു വഴി ബിൽഡിങ്ങിനകത്തൂടെ അവർ കൊടുത്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ടിക്കറ്റൊക്കെ എടുത്തിട്ട് പോകാൻ വേണ്ടിയായിരിക്കണം ആ ഒരു സജ്ജീകരണങ്ങൾ അവർ ഒരുക്കിയിരിക്കുന്നത്. 2 ടിക്കറ്റ് കൗണ്ടറുണ്ട്. നമ്മൾ കാർ പാർക്ക് ചെയ്ത സ്ഥലത്താണ് ടിക്കറ്റ് എടുത്തത്, മോൾ ഭാഗത്തു നിന്നാണ് ടിക്കറ്റ് എടുത്തത്. പിന്നെ താഴേക്ക് ഇറങ്ങി വരുമ്പോഴത്തേനും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ നടന്നു പോകുന്ന വഴിയുണ്ടല്ലോ, അവിടെ ഒരു ടിക്കറ്റ് കൗണ്ടറും കൂടെയുണ്ട്. അവിടെ പറഞ്ഞ രീതിയിൽ ആ പാസ് കാണിച്ചാൽ മതി. ജസ്റ്റ് അവിടെ കാണിച്ച് കഴിയുമ്പോഴത്തേനും നമുക്ക് ഇതിലെ ഈ ബിൽഡിങ്ങിനകത്തോടെ പ്രവേശിച്ച് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ആ ഒരു സ്ഥലത്തേക്ക് പോകാനായിട്ട് സാധിക്കും. അങ്ങനെ 2 ടിക്കറ്റ് കൗണ്ടറുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളങ്ങനെ ആ ബിൽഡിങ്ങിനകത്തോടെ പ്രവേശിച്ച് വെള്ളച്ചാട്ടം കാണാൻ പോകുന്ന വഴിയിലൂടെ നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിയിൽ തന്നെ ഇരുവശത്തായിട്ട് വളരെ മനോഹരമായിട്ട് വൃക്ഷങ്ങളും സസ്യങ്ങളും ചെടികളൊക്കെ അവർ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. നമ്മളതൊക്കെ കണ്ട് ആസ്വദിച്ചിട്ടാണ് ആ ഒരു വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ആ ഒരു സ്ഥലത്തേക്ക് പോകുന്നത്. സാറൊരു പ്രാവശ്യം വന്നിട്ടുണ്ടല്ലോ ഇവിടെ? ഞാനൊരു 2 കൊല്ലം മുന്നേ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ അന്നത്തെ ഇത് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടെ കുറച്ചുകൂടെ വളരെ ഭംഗിയായിട്ട് അവർ കീപ്പ് ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് ഞാൻ 2 വർഷം മുന്നേ വന്നപ്പോഴേ ഇവിടെ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ഇന്നിപ്പോ നോക്കുമ്പോൾ എല്ലാം കുറച്ചുകൂടെയൊക്കെ വളർന്ന് പൂത്ത് ഉലഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന ഒരു മനോഹരമായ ഒരു കാഴ്ച കാണാൻ കഴിയുന്നുണ്ട്. ഒരുപാട് ചെടികളുണ്ടല്ലേ, വെറൈറ്റി ആയിട്ടൊക്കെ നല്ല. അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി വെള്ളച്ചാട്ടത്തിലേക്ക് നടന്നു പോകുന്ന ഈ വഴിയുടെ ഇരുവശവും ചെടികൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതെല്ലാം നല്ല പൂത്ത് നിൽപ്പുണ്ട് ഇപ്പൊ. പിന്നെ എടുത്തു പറയത്തക്ക ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വളരെ വൃത്തിയുണ്ട് നല്ല. ഇപ്പൊ എനിക്ക് തോന്നുന്നു എല്ലാ ടൂറിസ്റ്റ് പ്ലേസുകളും, കേരളത്തിലുള്ള എല്ലാ ടൂറിസ്റ്റ് പ്ലേസുകളും ഓൾമോസ്റ്റ് എല്ലാം നല്ല രീതിയിൽ തന്നെ. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം പോയ മ്യൂസിയത്തിലാണെങ്കിൽ പോലും കണ്ടില്ല, ആ ചെടികളൊക്കെ വെട്ടി നിർത്തി അല്ലേ? കഴിഞ്ഞ ദിവസം നമ്മൾ പോയത് തേക്ക് മ്യൂസിയത്താണ്. അപ്പൊ അതൊരു ഗവൺമെന്റ് സ്ഥാപനമാണെങ്കിൽ കൂടിയും അത്രയും ഭംഗിയായിട്ട് അവർ കീപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെയാണ് ഈ വെള്ളച്ചാട്ടത്തിന്റെ അപ് കീപ്പിംഗ് ഒക്കെ മലപ്പുറം DTPC ആണ് ചെയ്യുന്നത്. അവരവരുടെ ജോലി ഭംഗിയായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. പറയാതിരിക്കാൻ നിവർത്തിയില്ല. അപ്പൊ അത് ഇതിൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ടൂറിസ്റ്റ് പ്ലേസിലോട്ട് ടൂറിസ്റ്റുകളെ ആകർഷിക്കപ്പെടണമെങ്കിൽ അത് അത്രയും ഭംഗിയായിട്ട് കീപ്പ് ചെയ്യണമെന്ന് തന്നെയാണ്. ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. ഇതിന്റെ സ്വാഭാവികമായിട്ടുള്ള ഒരു ഭംഗി മാത്രമല്ല, പ്രകൃതി കനിഞ്ഞ് നൽകിയിട്ടുള്ള ഒരു ഭംഗി മാത്രമല്ല, ഇത് ഭംഗിയായിട്ട് ആ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ കീപ്പ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ആൾക്കാർ ഇവിടെ ധാരാളം വന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ട് പോകാം അല്ലേ? എന്തുപറ്റി? വെള്ളം പിടിക്കാൻ നിർത്തിയാണോ? വന്ന വഴി ഒറ്റ പോക്ക് ഒരു സൈഡിലേക്ക് ഇവിടെ മുളയരി പായസം ഉണ്ട് അത്രേ. ശരി. പിന്നെ അതോ നീ കഴിച്ചിട്ടുണ്ടോ? മുളയരി പായസം നമ്മളിപ്പോൾ വയനാട് പോയപ്പോൾ കണ്ട് കഴിച്ചെന്ന് എനിക്ക് തോന്നുന്നു. വയനാട് ഒരിക്കൽ പോയപ്പോൾ നമ്മൾ കഴിച്ചിട്ടില്ലേ? ഇത് കാണുമ്പോൾ ഒരു ചാഞ്ചാട്ടം അല്ലേ? മുളയരി പായസം. താങ്ക് യു.
കഴിഞ്ഞാൽ ആ മലയിൽ നിന്ന് വരുന്ന ആ പുഴ ഒഴുകി പോകുന്നതും ആ വെള്ളച്ചാട്ടമൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ ഒരു നല്ല പ്ലേസ് ആട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇരുന്ന് താഴേക്ക് നോക്കി കഴിയുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പ്രത്യേകിച്ച് ഒരു വാച്ച് ടവറിന്റെ ഒരു എഫക്റ്റ് ഉണ്ട്. ഒരു വാച്ച് ടവറിന്റെ ഒരു എഫക്റ്റ് ഉണ്ട്. അത് ശരിയാണ്. ഇവിടെ നോക്കുമ്പോൾ താഴെ ഇങ്ങനെ വെള്ളച്ചാട്ടം ഇങ്ങനെ കാണാം. അതെ. അതോടൊപ്പം തന്നെ കുറേ ആൾക്കാർ താഴെ കുളിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. സേഫ് ആണെന്ന് ചോദിച്ചാൽ ഇപ്പം എനിക്ക് തോന്നുന്നു കുറച്ചൊക്കെ സേഫ് ഉണ്ട് കുറേ സ്ഥലങ്ങളിൽ. കുറച്ച് താഴേക്കൊക്കെ പോയി കഴിഞ്ഞാൽ വെള്ളം ചാടുന്ന സ്ഥലത്തൊക്കെ സേഫ് കാണുമല്ല. അങ്ങോട്ടൊന്നും പോകണ്ട. ഇവിടെ കുളിക്കാൻ പറ്റുന്ന കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്, ആൾക്കാർ അവിടെ കുളിക്കുന്നൊക്കെ ഉണ്ട്. അവിടെയൊക്കെ ഈ പറഞ്ഞ രീതിയിൽ വേനൽക്കാലത്ത് വരികയാണെങ്കിൽ കുളിക്കുക. അല്ലാത്ത സമയങ്ങളിൽ, മഴക്കാല സമയങ്ങളൊന്നും ഒരു കാരണവശാലും അങ്ങോട്ട് ഇറങ്ങാതിരിക്കുക. അപ്പോൾ അങ്ങനെ എന്തായാലും നമുക്കിനി പതുക്കെ നടന്ന് ആ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ആ ഒരു സ്ഥലത്തേക്ക് പോകാം. നമ്മളങ്ങനെ വെള്ളച്ചാട്ടം കണ്ട് തിരിച്ച് വന്ന് ഒരു പ്ലേസിൽ ഇരിക്കുകയാണ് കേട്ടോ. നമ്മൾ തുടങ്ങിയ ആ ഒരു സ്ഥലത്ത് തന്നെയാണ്. ഇവിടെ ഒരു മരമുണ്ട്, ആ മരത്തിൻ്റെ ചോട്ടിലൊരു ചെയർ ഇട്ടിട്ടുണ്ട്. അതിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. നമ്മുടെ മുന്നിലായിട്ടൊരു പാറയുണ്ട്, അതിലെന്തോ ഒരു കലാശില്പം അല്ലേ, എന്തോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് സിമെന്റിൽ. യെസ്. അപ്പോൾ പാറ അതിൽ മിക്സ് ചെയ്തിട്ടാണ് അവരത് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്തായാലും അതും നല്ലൊരു കൗതുകരമായ കാഴ്ചയാണ്. വെള്ളച്ചാട്ടത്തിനെ കുറിച്ച് പറഞ്ഞില്ല, കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നല്ല വെള്ളമൊഴുക്കാണ്. അപ്പോൾ അതിൻ്റെ അവിടെ വെച്ച് പറഞ്ഞിട്ട് ഒന്നും കേൾക്കാൻ പറ്റില്ല, കാരണം നല്ല സൗണ്ടിൽ ഇങ്ങനെ വെള്ളം ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടൊന്നും പറയാൻ പറ്റാതെ. എന്തായാലും നല്ലൊരു വെള്ളച്ചാട്ടമാണ് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. കാരണം സൂക്ഷിക്കണം. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഈ കടകളിലൊക്കെ തോർത്ത് വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. കുളിക്കാൻ പറ്റുമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും സൂക്ഷിക്കണം. അവിടെ കുളിക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ കുറച്ചൊക്കെ ഉണ്ട്, അവിടെ മാത്രം കുളിക്കുക. വേറൊരു ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മൾ സാധാരണ ഒരു വെള്ളച്ചാട്ടം കാണുമ്പോൾ ഒരു പാറയുടെ മേളിൽ നിന്ന് ഇങ്ങനെ വെള്ളം നിലത്ത് ഇങ്ങനെ ചാടി വീഴുന്നു, താഴേക്ക് പതിക്കുന്നതായിട്ടല്ലേ നമ്മൾ കാണുന്നത്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രത്യേകത അങ്ങനെയല്ല. നല്ലൊരു ഇറക്കം പോലെയാണ് ഇത് നടക്കുന്നത്. അങ്ങ് പൊക്കത്തിൽ നിന്ന് ഒരു പാറ ഇങ്ങനെ വളരെ സ്ലോപ്പായിട്ട് ഇങ്ങനെ വന്നിട്ട് പോകുന്ന ഒരു രീതിയാണ് അവിടെ കാണുന്നത്. അപ്പോൾ അവിടെ നിന്നേ ഇങ്ങനെ വെള്ളം ഇങ്ങനെ നല്ല സ്പീഡിൽ ഇങ്ങനെ ഒഴുകി താഴോട്ട് വന്ന് പതിക്കുന്നുണ്ട്. അതാണ്. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ രീതിയിൽ അവിടെ ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കുക, അത് മാത്രമേ പ്രത്യേകിച്ച് പറയാനുള്ളൂ. കാണാനും അതോടൊപ്പം തന്നെ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലങ്ങളാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പ്രോത്സാഹിപ്പിക്കും. കുളിക്കുന്ന കാര്യത്തിൽ എനിക്കിപ്പോഴും അത്ര പ്രോത്സാഹനം പോരാ. പിന്നെ ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ താഴേക്ക് നോക്കി കഴിയുമ്പോൾ ഒരു ഫോറസ്റ്റ് ഗാർഡും പിന്നെ ലൈഫ് ജാക്കറ്റൊക്കെ അവിടെ ഇട്ടിട്ടുണ്ട്. അത്യാവശ്യം ഉണ്ടായിരുന്നില്ലല്ലേ, ഏർപ്പാടാക്കിയിരിക്കുന്നത്. ഓക്കെ, അതൊക്കെ നമുക്ക് അവിടെ നോക്കി കഴിഞ്ഞാൽ കാണാം. അഥവാ ആരെങ്കിലും പെട്ടുപോയോ അല്ലെങ്കിൽ അവിടെ വെള്ളത്തിലേക്ക് വീണുപോയോ ചെയ്ത് കഴിഞ്ഞാൽ രക്ഷിക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് എന്നും പറഞ്ഞ് അവിടെ വന്ന് ഓടിച്ചൊന്ന് വെള്ളത്തിൽ ചാടാനല്ല കേട്ടോ പറയുന്നത്, അത് ഓർക്കുക. രക്ഷിക്കാൻ ആളുണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ച് നമ്മൾ ചാടാനൊന്നും ശ്രമിക്കാതിരിക്കുക. അപ്പോൾ അങ്ങനെ എന്തായാലും വരിക, ഇതൊക്കെ ഒന്ന് ആസ്വദിക്കുക, ഫോട്ടോസൊക്കെ എടുക്കുക. അപ്പോൾ അത്ര തന്നെ, കൂടുതലൊന്നും വെള്ളച്ചാട്ടത്തിനെ കുറിച്ച് പറയാനില്ല. എന്തായാലും വെള്ളച്ചാട്ടത്തിനും അപ്പുറം നമ്മൾ പോകുന്ന വഴിയും അവിടുത്തെ ആ ഒരു എന്താ പറയുക, ഗാർഡനും അല്ലേ, അതൊക്കെ ഒരു ആംബിയൻസ് ഒക്കെ ഒരു പ്രത്യേക ഫീൽ തന്നെയാണ്. അവിടെയും നമുക്ക് കുറേ ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫോട്ടോസൊക്കെ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ബീബ്രോ സ്റ്റോറീസ് എന്ന് തന്നെയാണ് നമ്മുടെ ഇൻസ്റ്റാ ഐഡിയും. അപ്പോൾ ഒന്ന് പറ്റുന്ന ആൾക്കാർ അതും ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ അങ്ങനെ ഇനി നമ്മൾ ഇതിനടുത്ത് വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു മറ്റൊരു കാഴ്ച ഉള്ള കാര്യം. പവർ ഹൗസ് ആണ്. പവർ ഹൗസ് ഉണ്ട്, ഇലക്ട്രോ പ്രൊജക്ട് പോയി നോക്കിയാലേ അതിന്റെ എന്താണ് എങ്ങനെയാണെന്നൊക്കെ അറിയാൻ പറ്റത്തുള്ളൂ. കാരണം അവിടെ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ടോന്നൊന്നും അറിയത്തില്ല. ഉണ്ടെങ്കിൽ നമുക്കത് കാണാം, അല്ലെങ്കിൽ നമ്മൾ തിരിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നതായിരിക്കും. അപ്പം ഇനി നേരെ പവർ ഹൗസ്. നമ്മൾ കാറ് പാർക്ക് ചെയ്ത സ്ഥലത്ത് നിന്ന് കുറച്ചുകൂടെ മുന്നോട്ട് വന്നു കഴിയുമ്പം, അതായത് ടിക്കറ്റ് കൗണ്ടർ ഉണ്ടല്ലോ, നമ്മൾ ടിക്കറ്റ് എടുത്ത ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ് എടുത്ത സ്ഥലം ഉണ്ടല്ലോ, അവിടെ നിന്ന് ഉള്ളിലേക്ക് പ്രവേശിച്ച് കഴിയുമ്പോഴാണ് ഈ പറയുന്ന പവർ ഹൗസ് അല്ലേ സ്ഥിതി ചെയ്യുന്നത്. അപ്പം അങ്ങോട്ട് ഇതാ നടന്നുകൊണ്ടിരിക്കുന്നു. സാധാരണ രീതിയിൽ ഒരിടത്തും വീഡിയോ എടുക്കാൻ അനുവദിക്കുന്നതല്ല, ഇവിടെ എങ്ങനെ ആവുമെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ഡാമുള്ള സ്ഥലങ്ങളിലൊന്നും ഒരു കാരണവശാലും മൊബൈൽ ഫോൺ ഉൾപ്പെടെ ഒരു ക്യാമറയും അവർ എടുക്കാൻ അനുവദിക്കാറില്ല.
അപ്പോൾ അതുകൊണ്ട് ഇവിടെ എങ്ങനെയാണെന്ന് അറിയത്തില്ല, എങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനം എന്നുള്ളതൊക്കെ അവിടെ പോയി നോക്കാം. അപ്പോൾ പറ്റുവാണെങ്കിൽ വീഡിയോ എടുക്കാം, അതല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ട് തിരിച്ച് പോരേണ്ടി വരും. അത്രേ ഉള്ളൂ. അപ്പോൾ ഇതാ നമ്മൾ നടന്ന് KSEBിയുടെ ആ ജലവൈദ്യുത പദ്ധതിയുടെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ആഢ്യൻപാറ, നിലമ്പൂർ. ഇവിടെ ഒരു സെക്യൂരിറ്റി ഗാർഡൊക്കെ ഉണ്ട്. ഇവിടെ എന്താ സംഭവം എന്നുള്ളതൊക്കെ ഒന്ന് ചോദിക്കട്ടെ, എന്നിട്ട് കാര്യങ്ങൾ പറയാം. സാറേ, അപ്പോൾ അതിലല്ലായിരുന്നു എൻട്രൻസ്. സാറോടി പോയി ചോദിച്ചപ്പോൾ അവിടെ നടന്നില്ല. ഞാൻ അതിലെ മുൻവശത്തൂടെ കയറാൻ പോയിട്ട് അവിടെ അല്ല, ഗേറ്റും തുറന്നിട്ടില്ല പക്ഷേ അല്ലേ? ഗേറ്റ് തുറന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഇടയിലൂടെ നുഴഞ്ഞു കയറി വരണം. നുഴഞ്ഞു കയറി കൊള്ളാം. ഇവിടെ ഉണ്ട്, ഇവിടെയാണ് അതിന്റെ പ്രവേശന കവാടം. ഓ യെസ്, ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് പ്രവേശനം അല്ലേ? അപ്പോൾ നമ്മൾ വെള്ളച്ചാട്ടം കണ്ട ആ വെള്ളം ഒഴുകി പോകുന്ന ആ ഒരു സ്ഥലത്തു നിന്നാണ്, അതിലിങ്ങനെ ഒഴുകി താഴേക്കാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ മറുവശത്തായിട്ടാണ് ഈ പറഞ്ഞ പവർ ഹൗസ് സ്ഥിതി ചെയ്യുന്നത്. നമ്മളവിടെ ചോദിച്ചു കേട്ടോ. അവിടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വലിയ ഡാമൊന്നുമില്ല, ചെറിയൊരു ചെക്ക് ഡാമുണ്ട്. അതിൽ നിന്നാണ് ഇവിടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. അതായത് ഈ ആഢ്യൻപാറ എന്ന് പറയുന്ന സ്ഥലത്ത് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് ഒരു ചെറിയ ചെക്ക് ഡാമിൽ വെള്ളം സൂക്ഷിച്ച് അതാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. വേനൽക്കാല സമയങ്ങളിൽ 0.5 മെഗാവാട്ട് മാത്രമേ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. മഴക്കാലത്ത് 3.5 മെഗാവാട്ട് വരെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. അവർക്ക് ഓരോ വർഷവും ഓരോ ടാർഗറ്റ് ഉണ്ട്. ആ ടാർഗറ്റ് എല്ലാ വർഷവും കംപ്ലീറ്റ് ചെയ്യാറുണ്ട്. അത്രയും ഒരു പ്രവർത്തനം നടക്കുന്ന അല്ലെങ്കിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് ഈ ആഢ്യൻപാറയിലെ ഈ ഒരു ചെറിയ പവർ ഹൗസിൽ. അപ്പോൾ ഇനി നമുക്ക് പവർ ഹൗസിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് തിരിച്ചു തരാം. സാറേ, ഒരു കാര്യം മനസ്സിലായില്ലേ? എന്താണ്? മുൻവശത്തെ വാതിലിലൂടെ പ്രവേശനമില്ല, പിൻവശത്തെ വാതിലിലൂടെയാണ് നമ്മളെ കാണാൻ കൊണ്ടുവന്നത്. അപ്പോൾ നമുക്ക് പോയി നോക്കാം അല്ലേ? ഇതിനകത്തൊരു പ്രശ്നം അവർ ഷൂട്ട് ചെയ്യാൻ സമ്മതിക്കുമെന്ന് അറിയില്ല. അതാണ് എല്ലായിടത്തെയും പ്രശ്നം ഇത് തന്നെയാണ്. പോയി നോക്കാം അല്ലേ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും ഭയങ്കര സെൻസിറ്റീവ് ആയിട്ട് അതാണ് അല്ലേ? നോക്കാം, ചോദിച്ചു നോക്കാം. നടന്നാൽ നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് കണ്ടിട്ട് വരാം. എന്തായാലും ഒരു പിൻവശത്തെ വാതിൽ എന്താണ് അവർ ഉദ്ദേശിച്ചത് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല കേട്ടോ. മുൻവശത്ത് വളരെ വ്യക്തമായിട്ടും എനിക്ക് തോന്നുന്നു ഈ ഗ്ലാസ് വഴി അങ്ങനെ ഉള്ളൂ. എനിക്ക് തോന്നുന്നത്. അപ്പോൾ അകത്തേക്ക് പ്രവേശനമില്ല. സംഭവം ഷൂട്ട് ചെയ്യുന്നതിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, കാരണം നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുന്നില്ല. പിന്നിലൂടെയുള്ള വാതിലൂടെ പ്രവേശിച്ചപ്പോഴേ എനിക്ക് എന്തോ ഒരു സംഭവം തെളിഞ്ഞു വന്നതാണ്. ഇവിടെ ഗ്ലാസ് ഇട്ടിരിക്കുകയാണ് കേട്ടോ. ഈ ഗ്ലാസ്സിലൂടെ മാത്രമേ നമുക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഗ്ലാസ്സിലൂടെ നമുക്ക് താഴേക്ക് നോക്കുമ്പോഴത്തേനും അവിടെ ടർബൈനൊക്കെ പ്രവർത്തിക്കുന്നത് കാണാം. നമ്മളിവിടെ വന്നു കഴിഞ്ഞപ്പോൾ മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. ഒന്ന്, ഈ പവർ ഹൗസിൽ ഇതൊരു മിനി പവർ ഹൗസാണ്. 3.5 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു മിനി പവർ ഹൗസാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ 3 ജനറേറ്റേഴ്സാണ് ഉള്ളത്. കണ്ടതിൽ നിന്ന് മനസ്സിലാക്കുന്നത് 2 എണ്ണം വലിയ ജനറേറ്ററും 1 എണ്ണം ചെറിയ ജനറേറ്ററുമാണ്. ചെക്ക് ഡാമിൽ നിന്ന് വരുന്ന വെള്ളം പെൻസ്റ്റോക്ക് പൈപ്പ് വഴിയാണ് ഈ പവർ ഹൗസിൽ എത്തിക്കുന്നത്. ഈ പവർ ഹൗസിൽ ആ വെള്ളം എത്തിച്ചിട്ട് ഒരു ഡൈവേർഷൻ പൈപ്പ് വഴി 3 ടർബൈനിലേക്കും ഈ വെള്ളം കടത്തിവിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ചെറിയൊരു ടർബൈൻ മാത്രമാണ് ഇപ്പോൾ ഇവിടെ പ്രവർത്തിക്കുന്നത്. കാരണം വെച്ചാൽ ഇപ്പോൾ മഴ കുറവാണ്, അപ്പോൾ അത് കാരണം വെള്ളം കുറവാണ്. വെള്ളം കുറയുമ്പോൾ 2 ടർബൈനുകൾ അവർ നിർത്തിവെക്കും. അപ്പോൾ ഇവിടെ നമ്മുടെ കാഴ്ചയിൽ ഇപ്പോൾ ഒരു ടർബൈൻ മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ. അപ്പോൾ ഈ പെൻസ്റ്റോക്കിൽ നിന്ന് ഒരു ഡൈവേർഷൻ പൈപ്പ് വഴി ഈ ടർബൈനിലേക്ക് വെള്ളം എത്തിച്ചിട്ട് ഇവിടെ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ സാറ് പറഞ്ഞ പോലെ കണ്ടോ, ഇവിടെയാണ് ഇപ്പോൾ നിലവിൽ 0.5 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ആ ഒരു ടർബൈൻ പ്രവർത്തിക്കുന്നത്. ഇവിടെ നമുക്ക് പ്രവർത്തിക്കുന്നത് കാണാം കണ്ടോ, അതിങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ടെക്നിക്കൽ പരമായ അറിവ് നമുക്കില്ലാത്തതുകൊണ്ട് കൂടുതലൊന്നും പറയാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ എന്തായാലും ഇത്തരം കാഴ്ചകളാണ് ഇവിടെ ഈ ഒരു ഭാഗത്തു നിന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുക. ഇത് ഇങ്ങനെ ഗ്ലാസ് ഇട്ട് അവരിങ്ങനെ സൂക്ഷിച്ചിരിക്കുന്നു. നമുക്ക് ഇതുപോലെ വന്ന് ഇങ്ങനെ കണ്ട് തിരിച്ചു പോകാവുന്നതായിരിക്കും. നമ്മളങ്ങനെ കുറച്ച് നേരം ആ ടർബൈൻ പ്രവർത്തിക്കുന്നതൊക്കെ കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നുകൊണ്ടിരുന്നിട്ട് ഞാനിങ്ങനെ തപ്പി നോക്കിയത് എവിടെ നിന്നാണ് വെള്ളം കൊണ്ടുവരണമല്ലോ. അപ്പം അകത്തേക്ക് പോകുന്നത് നമുക്ക് എന്തായാലും കാണാൻ സാധിക്കില്ല. പക്ഷേ ഈ സാധാരണഗതിയിൽ നമുക്കറിയാം, ഇപ്പോൾ എൻ്റെ വീട് ഇടുക്കി ആയതുകൊണ്ട് ഇടുക്കി ഡാമിൻ്റെ അവിടെ കുറേ പെൻസ്ട്രോക്ക് പൈപ്പുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. വീടിനടുത്തൊക്കെ കുറച്ച് ദൂരമൊക്കെ മാറിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. പക്ഷേ ഇവിടെ അത് നോക്കിയിട്ട് ഞാൻ കണ്ടില്ല കേട്ടോ. അങ്ങനെ തിരഞ്ഞ് നടന്നു കഴിഞ്ഞപ്പോഴത്തേനും ഒരു മലയുടെ സൈഡിലായിട്ട് ഒരു ചെറിയ വഴി വിട്ടിട്ടുണ്ട്. ആ വഴിയിൽ പെൻസ്ട്രോക്ക് പൈപ്പ് ഒളിച്ചിരിക്കുകയല്ല, ഫുള്ളും കാട് കയറി കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് കാണാൻ സാധിക്കാത്തത്. എന്തായാലും സൂക്ഷിച്ച് നോക്കിയപ്പോഴത്തേനും സംഭവം കണ്ടുപിടിച്ചു. ആ ഒരു ഭാഗത്തായിട്ട് സംഭവം ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു മലയുടെ മുകളിൽ നിന്നാണ് നേരത്തെ പറഞ്ഞ രീതിയിൽ ചെക്ക് ഡാമിൽ നിന്ന് വെള്ളം കൊണ്ടുവന്ന് കറണ്ട് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്.
വെള്ളച്ചാട്ടവും നമ്മുടെ പവർ ഹൗസൊക്കെ കണ്ടതിന് ശേഷം തിരിച്ച് കാർ പാർക്ക് ചെയ്ത സ്ഥലത്തെത്തിയിരിക്കുകയാണ്. ഇനി നമ്മൾ തിരിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. അതെന്താണെന്നുള്ളതൊക്കെ വഴിയെ പറയാം. അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് താൽക്കാലികമായിട്ട് ഇവിടെ പറയാം. ഇന്ന് ഈ ഒരു വെള്ളച്ചാട്ടവും അതോടൊപ്പം തന്നെ ആ പവർ ഹൗസുമാണ് കണ്ടത്. നിലമ്പൂർ വരുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം കറങ്ങാൻ പറ്റിയ സ്ഥലം ഏതാണെന്നൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ നമുക്ക് പറയാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണ് നമ്മുടെ ഈ ആട്ടിൻപാറയിലുള്ള ഈ വെള്ളച്ചാട്ടവും ഈ പവർ ഹൗസൊക്കെ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നു. ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വേറെ വിശേഷങ്ങളൊന്നുമില്ല. നിങ്ങളുടെയും കാര്യങ്ങളൊക്കെ ഉഷാറാകട്ടെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ മനോഹരമായ കാഴ്ചകളുമായിട്ട് വരാം. അതുവരെ ഇവർക്കും ബൈ.